ഇത് തനി നാടൻ ഡിഷായാലോ. വാഴപ്പിണ്ടിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. വാഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞ് നാരൊക്കെ കളഞ്ഞ് വെക്കുക. പിന്നെ ഒരു തേങ്ങ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കേട്ടോ. അത് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്, അരക്കേണ്ട. പിന്നെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക്, മുളക്, അരി, പിന്നെ പരിപ്പ് വേണം. പരിപ്പ് ഇത്തിരി വേവ് കൂടുതലാണ് ഇതിൽ, അത്ര വേവ് വേണ്ട. ഇനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ അരി പൊട്ടിക്കുക, പിന്നെ മുളകിടുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയായിച്ചിരിക്കുന്ന നമ്മൾ ഉണ്ണിപ്പിണ്ടി അഥവാ വാഴപ്പിണ്ടി നമ്മൾ അതിലിടുക. അതിനുശേഷം നമ്മൾ പരിപ്പിടുക. പരിപ്പിൻ്റെ വേവ് ഞാൻ പറഞ്ഞല്ലോ, ഇത്ര വേവ് വേണ്ട. ശരിക്കും പരിപ്പ് കിടക്കണം, നമുക്ക് കാണണം, വിട്ട് കാണണം കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, വെള്ളം ഒഴിക്കേണ്ട, ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും, അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ പൊത്തി ടൈറ്റാക്കി ഇങ്ങനെ അമർത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിക്കണം കേട്ടോ. ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ണിപ്പിണ്ടി എന്നാണ് പറയുക, ചില സ്ഥലത്ത് വാഴപ്പിണ്ടി എന്നാണ് പറയാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് വാഴപ്പിണ്ടി ചട്ടിപ്പൊത്തു എന്ന് ഇവിടെ പറയും കേട്ടോ.